ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ എത്തിയിരിക്കുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ആക്കിയെന്ന് വെച്ചാൽ ബീട്രൂട്ട് മുരിങ്ങയും കൂട്ടിയിട്ട് ഒരു തോരൻ ഉണ്ടാക്കുന്നതും, പിന്നെ സാമ്പാർ കറി ഉണ്ടാക്കുന്നതും, പിന്നെ ഇപ്പൊ എന്താ ചക്ക കൂട്ടാനൊക്കെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാക്കുന്നത് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് അറിയിക്കാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും സുഖം സന്തോഷിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ സുഖമായിട്ട് പോകുന്നു കേട്ടോ. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാ. ഏതായാലും ഞാൻ എന്താ കൊടുത്തി ഇതെന്താ അത് തന്നെ വെളിച്ചെണ്ണ ബീട്രൂട്ടിൻ്റെ ഇത് ഉണ്ടാക്കണം. അപ്പോൾ ബീട്രൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പാകത്തിൽ കടുക് ഇട്ടെടുത്തിട്ട് എന്താ ഈ കട്ട് ചെയ്ത് വെച്ച ബീട്രൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട. അപ്പോൾ ഞാൻ കൂടിയൊക്കെ കഴിഞ്ഞ് കണ്ടോ നമ്മൾ കിച്ചണിലേക്ക് വന്ന് എന്താ എൻ്റെ ഫോണിന് ചെറുതായിട്ടൊരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. എന്താണെന്നറിയില്ല, ചാർജ് കുത്തിച്ചാൽ മുഴുവനാകണില്ല. പിന്നെ പെട്ടെന്ന് ഓഫ് ആകുന്നുണ്ട്. മുഴുവനാകും, പെട്ടെന്ന് മുഴുവനാകും ചെയ്യും. അതേമാതിരി തന്നെ വലിഞ്ഞിട്ട് ഇതാവും ചെയ്യും. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച് എന്താ ബീട്രൂട്ടും പിന്നെ ഒരു പച്ചമുളകും ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ വല്ലാതെ എരിവ് ഇടാറില്ല കേട്ടോ. അങ്ങനെ ഞാൻ തുടർന്ന് കുക്കായി വന്നോട്ടെ. അപ്പോൾ ഞാൻ വേറൊന്നും ഇളക്കിയെടുക്കാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് വെച്ച കത്തി കൊണ്ട് തന്നെയാണ് ഇളക്കി കൊടുക്കുക. പിന്നെ ഇതിൻ്റെ പിന്നാലെ നല്ലൊരു ചക്കടാൻ പോയൊരു സംഭവം കേട്ടോ. ചക്കടാൻ പോയപ്പോൾ അതിൻ്റെ പിന്നാലെ ഒരു കഥ ഉണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് ഇവിടെ അടച്ചു വെക്കട്ടോ. അപ്പോഴേക്ക് ഇതിലേക്ക് എന്തൊക്കെ ഇത് ഉണ്ടാക്കണമെന്നോ, തേങ്ങ ചിരകിയെടുക്കണം. അപ്പോൾ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്, അത് ഇനി അരച്ചെടുക്കണം. അപ്പോൾ അതൊക്കെ അരച്ച് റെഡിയാക്കിയിട്ട് ഞാനിവിടെ വരട്ടോ. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള കാര്യങ്ങൾ എത്ര മുതൽ ശരിക്കും കറക്റ്റ് എത്ര അറിയില്ല. മക്കളെ പറഞ്ഞേക്കുന്നതും അതൊക്കെ കഴിഞ്ഞ് താണ്ടി ഉള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. ഇന്നലെ ഉച്ച തൊട്ട്, ഇന്നലെ ഒരു 12 മണി 1 മണിക്ക് തൊട്ട് ഇന്ന് എന്താ രാവിലെ മുതൽ ഒരു ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതാ നമ്മളെ തേങ്ങന്റെ അരപ്പതിലേക്ക് ചേർത്തി കൊടുത്തു. ഇത് കണ്ട് നന്നാക്കി ഇതാക്കി തിളച്ചതിന് ശേഷം നമുക്ക് നമ്മൾ കേകി വെച്ച മുരിങ്ങ ഇതിലേക്ക് ചേർത്തി കൊടുക്കട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ എന്ത് ചെയ്തു, മിക്സിന്റെ ജാറൊന്ന് കേകി വെച്ചെടുത്ത് കൂടി വെള്ളം കളയാനും തോന്നില്ല. അപ്പോൾ ഒന്നുകൂടി കുറച്ച് ലൂസായിട്ടോ. അപ്പോൾ ഞാനത് വെള്ളം വലിയുന്നത് വരെ അങ്ങനെ കട്ട് വിചാരിച്ചു. അപ്പം മുരിങ്ങക്ക് അധികം വേവൊന്നും പാടില്ലല്ലോ. അപ്പോൾ അതൊക്കെ അപ്പോൾ ഇവിടെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ വറ്റുന്നത് വരെ ഞാൻ കാത്തിരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഒന്ന് കുക്കായി ഉണ്ടാവും. ഇത് അടുത്തത് നമ്മളെ സാമ്പാർ കറി. അപ്പം ഇതിലേക്ക് എന്തൊക്കെ ചേർത്ത് വെച്ചാൽ വൻപയർ, പിന്നെ പച്ചക്കായ, ക്യാരറ്റ്, ബീട്രൂട്ട്, വെണ്ടക്ക ഇതൊക്കെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിന് ചേമ്പും ചേനുണ്ടെങ്കിൽ ചേന കേട്ടോ. അപ്പോൾ ചേന ഇവിടെ ഇല്ല, അപ്പോൾ ചേമ്പും ചേർത്തിട്ടുണ്ട്. പിന്നെ എന്താ പാകത്തിൽ ഉപ്പും ചേർത്തിട്ട്, പിന്നെ എന്താ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ഒക്കെ ചേർത്തിട്ട് അവിടെ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞതാട്ടോ. അങ്ങനെ അപ്പം ഉണ്ടാക്കി ഇതൊക്കെ ചേർത്തത് പറഞ്ഞെന്ന് മാത്രം. അപ്പൊ നമ്മള് എന്താ ബീട്രൂട്ട് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീട്രൂട്ട് ആൻഡ് മുരിങ്ങ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഞാൻ നേരെ പറഞ്ഞല്ലോ, അന്നേരം ക്യാരറ്റും മുരിങ്ങയൊക്കെ ചേർത്തിട്ടുള്ളത്. ഇനി അപ്പൊ അങ്ങനെ ആകുമ്പോൾ മുരിങ്ങേന്റെ വിറ്റാമിൻസും കുട്ടികൾക്ക് കിട്ടും. ഇങ്ങനെ കുട്ടികൾക്ക് കഴിക്കാനും മടി ഉണ്ടാവില്ല. അപ്പൊ അത് നല്ല ടേസ്റ്റ് തന്നെ കേട്ടോ. പിന്നെ ഓരോ പച്ചമുളകിന്റെ കട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഓരോ മുളകൊക്കെ കണ്ട് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഇവിടെ ആർക്കും എരിവൊന്നും പറ്റൂല. പിന്നെ ജിതുമോനാണ് കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ വൈകുന്നേരം ചായ പിന്നെ എന്താ കഴിച്ചിരുന്നത് ഗോതമ്പ് ദോശയും പിന്നെ സാമ്പാർ കറി കൂട്ടിയിട്ട് അപ്പൊ വന്നാടന്നെ കുറച്ചു നേരം കളിച്ചിക്കാണ്ട് കുറച്ച് മണ്ണിലും അവിടെയൊക്കെ കളിച്ച് ഓൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഓനാണ്ട് ഉറങ്ങിയിട്ട് ഓന് ഈ ദോശ ഗോതമ്പ് ദോശയും സാമ്പാർ കറി കൊടുത്താണ്ട് അവന് ഉറങ്ങിയപ്പോൾ നിന്നിട്ടില്ല. അപ്പം തന്നെ വന്നപ്പോൾ തന്നെ ഭയങ്കര ക്ഷീണം. പിന്നെ എന്താ അവന് സുബിക്ക് ഉണരുന്ന സമയം തന്നെ പെട്ടെന്ന് ഉറങ്ങും ചെയ്യും. അതേപോലെ തന്നെ 5 മണിക്ക് എഴുന്നേൽക്കും ചെയ്യും. പിന്നെ അവന് ഫോണും കാര്യങ്ങളൊക്കെ ആയിട്ട് രാവിലത്തെ കാര്യങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കിട്ടാറില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ് കഥകൾ പോകുന്നത്. അപ്പോൾ ഇതാ നമുക്ക് സാമ്പാർ കറി വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു മണ്ണിന്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു മണ്ണിന്റെ ചട്ടിയിലാണ് നമുക്ക് സാമ്പാർ കറി പുളിയിലെ ഏത് സാധനമൊക്കെ വെച്ചാൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാകുക. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് കടുകും ചേർത്ത് പിന്നെ കുറച്ച് ഉലവി കൈകിയാണ്ട് ചേർത്തി കൊടുക്കട്ടോ. നന്നാക്കി കൈകിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നാക്കി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം അല്ലെങ്കിൽ ഇതാവട്ടോ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊട്ടും. പിന്നെ ആവശ്യത്തിന് വെളുത്തുള്ളിയും പിന്നെ ചുവന്ന മുളക് കേട്ടോ. ഇത് ഇങ്ങനെ പണ്ട് അതിന്റെ പച്ചമുളക് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് അങ്ങനെ ഉണങ്ങിയതാണ് കേട്ടോ. അങ്ങനെ ചുവന്ന മുളകും ചേർത്തി കൊടുത്തു, വറ്റമുളകും ഒക്കെ പറയില്ല. അപ്പൊ ചെറുതായിട്ട് ഒരു ഇതൊക്കെ ഉണ്ട്. പിന്നെ കറിവേപ്പില അതും ചേർത്തി കൊടുക്കുക.
ഇനിതാ നമ്മള് ഇതൊക്കെ ഇനിയിപ്പോ സാമ്പാർ പൊടി, കുറച്ച് സാമ്പാർ പൊടി ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ വറവ് നീക്കാണ്ട് ഇട്ട് കൊടുത്താൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അവസാനം ഇട്ട് കൊടുക്കുന്ന എന്താണ് അതിലാണ് കറന്നുകാണ്ട് ബൈക്കൂളല്ലോ. പാകത്തിന് സാമ്പാർ പൊടി ഇട്ട് കൊടുക്കുക. നിങ്ങളോട് സംസാരിക്കുന്നത് കൂടി തന്നെ ഫോണ് ഓഫായി പോകുന്നുണ്ട്, പെട്ടെന്ന് ഓഫായി പോകുന്നുണ്ട്. ഇതൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും വോയിസ് കട്ടാകാൻ ചാൻസ് കിട്ടും. അപ്പോൾ നമ്മളെ സാമ്പാർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഉണ്ടാക്കാത്തവരും ആദ്യമായിട്ട് തീരെ ഉണ്ടാക്കാത്തവരോട് അറിയാത്തവരോടൊക്കെ കേട്ടോ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ്. തേങ്ങ വറുത്തുണ്ടെങ്കിൽ അതുകൂടി ഉണ്ടായാൽ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ആവും. ഇവിടെ എന്താ സാമ്പാറിൽ തേങ്ങ അരക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. മീനൊന്നും പ്രത്യേകിച്ച് വരില്ല. തേങ്ങ അരച്ചാൽ പറയും ഈ സാമ്പാറിൽ തേങ്ങ ഇട്ടുന്നു, അങ്ങനെ ഇട്ടുന്നു, ഇങ്ങനെ ഇട്ടുന്നു അല്ലാണ്ട് പിന്നെ ഓരോ കഴിക്കാനൊന്നും കിട്ടൂല. അപ്പൊ നമ്മളെ സാമ്പാർ കറി നമ്മളെ ബീട്രൂട്ട് മുരിങ്ങയും ചേർത്തിട്ടുള്ള തോരനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇനി പിന്നെ പിറ്റേന്ന് രാവിലത്തെ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. അപ്പൊ നമ്മള് ബീട്രൂട്ടിന്റെ ഉപ്പേരും കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ, നല്ല രസമാണ്. അപ്പൊ രാവിലെ ഞാൻ വണ്ടി വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ വണ്ടി നേരത്തെ വരും. അപ്പൊ കുട്ടികളെയൊക്കെ ജിതുവിനൊക്കെ മുന്നേ കുളിപ്പിച്ചു കൊടുത്തിട്ട് അതിനൊക്കെ ഞാൻ പിന്നെ മാറ്റി എന്റെ മുടിയൊക്കെ വാർന്നിട്ട് കുറച്ച് അവർക്ക് ചെയ്യാനുണ്ടായിട്ട് അത് കൊണ്ട് ചെയ്യിപ്പിക്കാണ് ബാക്കിയുള്ളത്. അപ്പൊ പിന്നെ മുടിയൊക്കെ വാരണപ്പോ അതൊക്കെ വാരാൻ പറ്റുള്ളൂ. ഒന്നാമത് അവന്റെ തലയിൽ എന്തൊക്കെ ഇതുണ്ട് മുറി വന്നിട്ടുണ്ട്. അങ്ങനെ മൂക്കുമ്പോ കണ്ടില്ലേ, അങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ഗുളികയാണെങ്കിൽ ഗുളിക കുടിച്ചെന്ന് പോയതൊക്കെ കേട്ടോ. പിന്നെ രാത്രിക്കത്തെ കാര്യങ്ങളാകുമ്പോ അവനെ ഉറങ്ങും ചെയ്യും. പിന്നെ രാത്രിയിൽ കുടിക്കാനും കിട്ടൂല. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ നിന്റെ മോളോടെ ബസ് കത്തിക്കാണ്. 9 മണിക്ക് ബസ് വരും കേട്ടോ. 8:50 വരുന്ന പറഞ്ഞത് വരെയായിട്ട് ബസ് വന്നിട്ടില്ല. അപ്പൊ സമയത്തിന് പോയി നിൽക്കാറുണ്ട് 8:50 തന്നെ. സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ചുമ വന്നതാണ് കേട്ടോ. പെട്ടെന്നൊരു തരപ്പ് കയറി വന്നതാണ്, സോറി. അപ്പോഴിതാന് ജിതുമാനെ ഒരുക്കി കൊടുത്ത് അവന്റെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടില്ലെങ്കിൽ ഏകദേശം കഴിഞ്ഞിട്ട് അപ്പൊ ഓൻ ചെയ്തു വെച്ച നോട്ട്ബുക്കൊക്കെ ഇട്ട് വെക്കട്ടോ. അതൊക്കെ ഒറ്റക്ക് ചെയ്തിനിപ്പോ എന്താവും അങ്ങനെ ചെയ്യാനൊക്കെ ഒരു മടി ഉണ്ട് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാന് പറഞ്ഞേക്കട്ടെ, ഇനി വണ്ടി എപ്പോ വേണമെങ്കിലും 9 മണിക്ക് ശേഷം എപ്പോ വേണമെങ്കിൽ വരട്ടെ. ചിലപ്പോ 9:10, 9:15 അങ്ങനെയൊക്കെ വെറുക്കിയത്. ഈ അടുത്തത് ജിതുമോന് എന്തൊക്കെ വിക്രസ് കാട്ടണ്ട ബുക്ക് നമ്മൾ പൊതിയില്ല. അപ്പൊ അതിങ്ങനെ കത്രിക കൊണ്ട് വെട്ടിയെടുക്കല്ലോ. അപ്പൊ അതിന്റെ ഒരു കോണായിട്ട് അവന് കിട്ടാൻ എന്തൊക്കെയാ എടുക്കട്ടെ. അതിനാണെങ്കിൽ ഓനിങ്ങനെ എയറോപ്ലെയിൻ എന്നൊക്കെ പറഞ്ഞാൽ കിട്ടാൻ വേണ്ടി കത്രിക കൊണ്ടൊക്കെ വെട്ടിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ അതാണ് കണ്ടത്. അപ്പൊ ഓന് ഏതൊക്കെ പഠിച്ചതൊക്കെ നോക്കിയാണ് ഇതൊക്കെ വായിച്ചപ്പോ രാത്രി എനിക്ക് വായിക്കാൻ കിട്ടില്ല, ഉറങ്ങല്ലേ. അപ്പൊ ആ ഒരു വിക്രസൊക്കെയാണ് അടുത്തതായിട്ട് കാട്ടാൻ പോകുന്നത് കേട്ടോ. അപ്പൊ ഞാൻ കുറെ മടിച്ചു, ഇങ്ങോട്ട് കൊടുക്കാൻ മടിച്ചു. പിന്നെ ഓനാണ് യൂണിഫോം മാറ്റാനൊക്കെ മടിയിനി. അപ്പൊ ഞാൻ മാറ്റിയിട്ട് തരാനിട്ടൊന്നും കേട്ടില്ല. അപ്പൊ ആദ്യം കൊടുത്തു. പിന്നെ ഓന് തന്നെ അത് ഇങ്ങനെ നമ്മളെ എയറോപ്ലെയിന്റെ മാതിരി അപ്പൊ ആ കോണായിട്ട് കിട്ടും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അവനിപ്പോ ബാഗായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അപ്പൊ അവന്റെ മടക്കത്തിന് കയറാന്ന് പറഞ്ഞ പിന്നെ വലിയ അർജന്റ് ആട്ടോ. പിന്നെ ഇല്ലാത്ത അർജന്റൊക്കെ അവനുണ്ടാകും. അപ്പൊ അവൻ പെട്ടെന്ന് കൊടുത്തു. പിന്നെ ഇങ്ങോട്ട് ബാഗ് ഇടാൻ വേണ്ടിട്ട് വന്നതാണ്. അപ്പൊ അങ്ങ് ബാഗ് കൊടുത്തു. അപ്പൊ അങ്ങനെ പിന്നെ തിരക്കായിട്ടോ. അതോളൊക്കെ ഒരു മടിയാണ്. അതോടെ നമ്മൾ ഓടിപ്പിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിപ്പിക്കും. അങ്ങനെ ഓരോ വേണ്ടാത്ത വിക്രസൊക്കെ കേട്ടോ. പിന്നെ സമയമായോ അവന് പെട്ടെന്ന് പോകണം. അപ്പൊ മറ്റുള്ള വണ്ടി ഇപ്പോഴും വന്നിട്ടില്ല. അവൾ അവിടെ കാത്തിരിക്കുന്നുണ്ട്. പിന്നെ അപ്പോഴാണ് നമ്മളെ ചേച്ചിനെ കണ്ടത്. കല്യാൺ ചേച്ചി ഇങ്ങനെ വരികയുണ്ട്. അപ്പൊ ചക്കന്റെ കാര്യം ഇതൊക്കെ ചോദിച്ചു. അപ്പൊ അങ്ങനെ ചക്ക ഇടാൻ വേണ്ടിട്ട് ഞങ്ങൾ പോയി കേട്ടോ. കുട്ടീനെ പറഞ്ഞയച്ചു കണ്ടെന്നെ ഞാൻ കുട്ടീനെ വണ്ടിയൊക്കെ കയറ്റി പറഞ്ഞയച്ചു കണ്ട് പിന്നെ അകത്തേക്ക് കയറിക്കാണ്ട് നിങ്ങൾ വന്നു വെച്ചുകൊണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ ചേച്ചിന്റെ ഒപ്പം ചക്കടാൻ വേണ്ടി പോയിട്ട് അപ്പൊ ഞാൻ അരുവാക്കത്തും പിടിച്ച് പോയി. പിന്നെ തോട്ട് നിർത്തില്ല കേട്ടോ. പിന്നെ തോട്ടാണെങ്കിൽ അയൽവാസിന്റെ അവിടുന്ന് വാങ്ങി, തൊട്ടടുത്ത് തന്നെയാണ് വീട്. അപ്പൊ അവിടുന്ന് എല്ലാവർക്കും ഇരുന്നാലേ അപ്പൊ അവിടുന്ന് തോട്ട് സംഘടിപ്പിച്ചു. അപ്പൊ ആ തോട്ടി കൊണ്ട് കുറേ ഈ അരുവാക്കത്തൊക്കെ വെച്ചിട്ട് കെട്ടി അങ്ങനെ ഇതാക്കിട്ട് ചക്ക കിട്ടില്ല. പിന്നെ ഞാൻ ഇവിടുന്ന് തോട്ടിക്കൊണ്ടുപോയി ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനാവില്ല വിചാരിച്ചു കുറേ മടിച്ചിട്ടോ. എന്നിട്ട് ഞങ്ങൾക്ക് ചക്ക കിട്ടിയില്ല. പിന്നെ എന്താ അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ കുറെ ഇളിഞ്ഞ് പോന്നു. അതിന് ഞാൻ പിന്നെ ചക്ക കിട്ടാത്തപ്പോ ഞാനും പോന്നു, ചേച്ചിയും പോന്നു കേട്ടോ. അത് ഞാൻ പിന്നെ കുറച്ച് വാട്സപ്പിൽ ഞങ്ങളെ ഒപ്പം പഠിച്ച് ഗ്രൂപ്പുണ്ടായിരുന്നു 10ാം ക്ലാസ്സിന് ഒപ്പം പഠിച്ച ഞാൻ ഗ്രൂപ്പിൽ കുറച്ച് എൻ്റെ ഫ്രണ്ട്സുകളെയൊക്കെ വോയിസ് വെക്കുന്നത്. അങ്ങനെ വോയിസ് കേട്ട് നിന്നുകാണ്ട് ചേച്ചി പിന്നെ ഇവിടുന്ന് അടുത്തൊരു നമുക്ക് ചക്കടാൻ പോയിട്ടോ. അപ്പൊ എങ്ങനെയായാലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ചക്ക കിട്ടിയേ തീരും. മറ്റേതിന് കുറെ വാശി പിടിക്കുന്നല്ലാതെ ചക്കയൊന്നും കിട്ടിയില്ല. അങ്ങനെ ആ ചക്ക ചേച്ചിട്ട ചക്കയുണ്ടത്
അങ്ങനെ ചേച്ചി 2 ചക്ക ഇട്ട് ഒരു മുറി ചേച്ചി മുട്ടിൽ ഒന്ന് ഇവിടെ എടുത്ത് വെച്ചു. പിന്നെ ഒരു ചക്ക പിന്നെ ചോട്ടിലും കിടക്കണ്ട. അപ്പൊ ചേച്ചി കുഴങ്ങി വന്നിട്ട് പിന്നെ അത് ടയേർഡായിട്ടോ. അങ്ങനെ പിന്നെ ചേച്ചി പിന്നെ അവിടെ നിന്നോട്ടെ ഒക്കെ പറഞ്ഞു. പിന്നെ ആ ചേച്ചി എന്നെ ചക്ക ഇട്ട് എടുത്ത് കൊണ്ടുവന്നിട്ടോ. അങ്ങനെ ചേച്ചിക്കുള്ള ചായയും കറിയൊക്കെ കൊടുത്ത് അങ്ങനെ ചേച്ചി ചക്കി കൊണ്ട് പോയി. അങ്ങനെ ഏതായാലും ഞങ്ങൾ ചക്ക കിട്ടാതെ ആകെ ഇലിഞ്ഞ് ആകെ ഇതായി നോളിയായി അവിടെ പോന്നിട്ടുണ്ട് കേട്ടോ. ആകെ എന്തൊക്കെ ഒരു എന്താ തെറ്റിത്തെപ്പിലൊക്കെ പറഞ്ഞത്. അതേപോലെ ആ പിതാവിൻ്റെ അടുത്ത് ചക്കയും കിട്ടിയില്ല, ഒന്നും കിട്ടില്ല. ഞങ്ങൾക്ക് കയ്യും വേദനിച്ച് കുറച്ച് ഇടങ്ങേറും സഹിച്ചൊന്നുമില്ലാതെ ആ ചക്ക കിട്ടാത്തതിൻ്റെ ഒരു ഈശ്വര പത്രേ. അങ്ങനെ ഒരു ചക്ക കിട്ടിയിട്ടില്ലെങ്കിൽ എന്താ മറ്റൊരു ചക്കയിലേക്ക് എന്താ പിതാവിലേക്ക് പോയത് പഴമാണ് കേട്ടോ. പഴം പിതാവുമ്പോൾ നിങ്ങൾ പഴുത്ത ചക്കയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോയിട്ടോ. പെട്ടെന്ന് കൊല്ലിയിലും എന്താ വൈദ്യുതി പോയി വിചാരിച്ചിട്ട് അങ്ങനെ എന്താ ഏതായാലും പച്ച ചക്കനായിട്ട്. അപ്പം ഞാൻ ഇത് എന്ത് ചെയ്തു, ഇത് കട്ട് ചെയ്ത് ഇമ്മയുടെ കട്ട് ചെയ്ത് അങ്ങനത്തെ പരിപാടികളൊക്കെ അമ്മയും കട്ട് ചെയ്ത് കാണ്ടത്തിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും പാകത്തിന് വെള്ളമൊക്കെ ചേർത്തിട്ട് ഞാൻ കുക്കറിൽ വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്താണ് കണ്ടറിഞ്ഞായിട്ട് ഞാൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു വിസിലടിച്ചിട്ട് നമുക്ക് പിന്നെ അതൊരു വിസിലടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് വാമിലിട്ട് എടുക്കട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്ക് ഏകദേശം വേവാകും. അങ്ങനെ വെന്ത് കഴിഞ്ഞ് അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ചക്കൻ്റെ കൂട്ടാനും ഇവിടെ റെഡിയായി. അപ്പോൾ കൂട്ടാൻ റെഡി ആണതിൻ്റെ മുമ്പ് ഒരു കാര്യം എന്തൊക്കെയല്ലേ വെച്ചാൽ ഇതിലേക്ക് ഞാൻ തേങ്ങ ചിരകി നല്ല ജീരകം കിട്ടാൻ വെക്കണം കേട്ടോ. ഞാൻ ക്യാമറ ഓൺ ആക്കിയെന്ന് വിചാരിച്ചു, പക്ഷെ ക്യാമറ ഒന്നും ഓൺ ആയിട്ടില്ല. എന്ത് പറ്റിയാവും, ക്യാമറ ഓണായി മാതിരി കഴിഞ്ഞു. അപ്പോൾ തേങ്ങയും നല്ല ജീരകവും 2 വെളുത്തുള്ളിയും ഒരു ചുവന്നുള്ളിയൊക്കെ ഇട്ട് അരച്ചെടുത്ത തേങ്ങൻ്റെ അരപ്പും ചേർത്ത് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ ചക്കക്കൂട്ടിന് അതാണ് ഈ ചക്ക ചൂടാക്കിയെടുക്കണം. തേങ്ങ ഇട്ടതല്ലേ, തേങ്ങൻ്റെ അരപ്പൊക്കെ ഇതിലേക്ക് ചേർത്തിക്കൊണ്ട് തന്നെ ചൂടായി വെക്കണം. കുറച്ച് വെള്ളം ആദ്യം തന്നെ ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങൻ്റെ അരപ്പിനും വല്ലാതെ വെള്ളം ചേർത്തിട്ടില്ല. ക്യാമറ ഓൺ ആവായിട്ടോ എന്തോ അതിന് കൂടായിട്ട് സ്റ്റോറേജ് ഉണ്ടാക്കിയിട്ട് എന്താ അറിയില്ല. അങ്ങനെ തിളച്ചതിന് ശേഷം അപ്പം കുറച്ച് വെള്ളം പിന്നെ മിക്സിൻ്റെ ജാറ് കഴുകി ഒഴിച്ചെടുത്തിരുന്നു. അപ്പം ഒന്ന് ആ തേങ്ങ തിളച്ചതിന് ശേഷം ഞാൻ അത് കറി വെളിച്ചെണ്ണ തട്ടെടുത്തിട്ട് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം എടുക്കേണ്ടത്. വെളിച്ചെണ്ണ വെച്ചെടുക്കേണ്ടി അറിയാത്തവർക്ക് വേണ്ടി പറയും. ആവശ്യത്തിന് വെളിച്ചെണ്ണയും പിന്നെ കടുകും പിന്നെ 2-3 എന്താ ചുവന്നുള്ളി അരിഞ്ഞതും കറിവേപ്പ് ഇട്ടുകാണ്ട് ഞാൻ തന്നെ വറവിടാൻ കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിക്സ് ആക്കിയിട്ട് നമുക്കിത് കഴിക്കട്ടോ. നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതോടെ ഞാൻ റെഡിയാക്കി വെച്ച് പോയി നല്ലത് അമ്മാനെ വിളിച്ചു. ഞാൻ ചക്ക കൂട്ടാൻ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എനിക്ക് എന്ത് ചെയ്യണം, അപ്പോഴേക്കും എനിക്കൊരു വീഡിയോക്ക് വോയിസും കൊടുക്കണം യൂട്യൂബിലേക്ക് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യും വേണം. ഇങ്ങോട്ട് വേണം നിങ്ങളോട് സംസാരിക്കാൻ വിചാരിച്ചു. പിന്നെ സംസാരിക്കാനും നേടല്ല. പിന്നെ ഫോണിൽ ചാർജ് ഇല്ലാത്തപ്പോൾ ഞാനും നിർത്തിപ്പോയി. പിന്നെ ഞാൻ അത് കഴിച്ചിട്ടോ കുത്തിച്ചുകൊണ്ട് പിന്നെ ഞാൻ നമ്മുടെ ചക്ക കൂട്ടാനൊക്കെ ഉഷാറായിട്ടാണ് കഴിച്ചത്. നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ടാക്കാത്തവരോട് വേണ്ടിയിട്ടാവും. അല്ലാത്തവർക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയുണ്ടാകും. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കുക. പിന്നെ തേങ്ങൻ്റെ കാര്യം പറഞ്ഞാൽ ക്യാമറ ഇത് ഓൺ ആവായിട്ടാണ്. അപ്പോൾ തേങ്ങയും നല്ല ജീരകവും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കിട്ടുകൊണ്ട് ഉണ്ടാക്കിക്കുക. പിന്നെ ലാസ്റ്റ് വറവിടുമ്പോൾ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞാലൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ക്യാമറ ഓൺ ആവാത്ത ഭാഗത്തിൻ്റെതാ മാത്രമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ എന്താ ഒരു പ്ലാവ് ചക്ക തന്നിട്ടില്ലെങ്കിൽ ആ ഭരിക്ക പിലാവ് ഇനി ഭരിക്ക ചക്കൻ്റെ ഉണ്ടാകുന്ന പ്ലാവേന്. പക്ഷെ ആ പ്ലാവിന് ചക്ക തരൂരാന്നൊരു വാശി. അപ്പൊ ഒരു പ്ലാവ് ചക്ക തന്നിട്ടില്ലെങ്കിൽ എന്താ മറ്റൊരു പ്ലാവ് പഴം പിലാവ് ചക്ക തന്നല്ലോ. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോക്ക് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണ് അത് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.